നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റുകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഗോൾഡ്, ഫിക്സഡ് ഡിപ്പോസിറ്റ്, ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ്, മെയിൻ ആയിട്ടുള്ള 3 ഇൻവെസ്റ്റ്മെൻറ്റുകളെ കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് ഫിക്സഡ് ഡിപ്പോസിറ്റിനെയോ അല്ലെങ്കിൽ ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റിനെയോ ലോങ് ടേമിൽ ബീറ്റ് ചെയ്യാൻ കാരണം കിട്ടും. എന്തായിരിക്കും അതിൻ്റെ ലോജിക്കൽ റീസൺ? നമ്മളൊരു സിമ്പിൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നമ്മുടെ കയ്യിൽ ഒരു 10 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമ്മളത് ബാങ്കിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇടുക. അപ്പോൾ ബാങ്കുകാർ നമുക്ക് 7% ഇൻട്രസ്റ്റ് തരും. അത് ബാങ്കിനെ സംബന്ധിച്ച് എക്സ്പെൻസ്. അതിനുശേഷം ബാങ്കുകാരുടെ ഒരു റെസ്പോൺസിബിലിറ്റി എന്നാണ്, ഈ കിട്ടിയ 10 lakh rupees അവർ വേറെ ഒരു ബിസിനസ്സുകാരെ കണ്ടുപിടിച്ച് അവർക്കത് ഫണ്ട് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യും? അവർ കൊടുക്കുന്ന ലോൺ എമൗണ്ടിന് ബാങ്കുകാർ 10% ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യും. ഇപ്പോൾ ബാങ്കിനെ സംബന്ധിച്ച് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 3% ആയിരിക്കും അവരുടെ പ്രോഫിറ്റ്. അതിൽ നിന്ന് അവരവരുടെ എക്സ്പെൻസ് കഴിയും, ബാക്കിയുള്ളതായിരിക്കും ബാങ്കിൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ 10 lakh ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് അല്ലെങ്കിൽ ബിസിനസ്സുകാരെ സംബന്ധിച്ച് അവരെന്ത് ചെയ്യാണ്? ഏതൊരു ഒരു ബിസിനസ് ഐഡിയ കണ്ടുപിടിക്കുക, അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അതിൽ നിന്ന് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന റിട്ടേൺ എന്ന് പറയുന്നത് 10%-ലും കൂടുതൽ വരണം. എങ്കിൽ മാത്രമേ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താവുള്ളൂ? പ്രോഫിറ്റബിൾ ആവുള്ളൂ. അപ്പോൾ ഈ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ 10 lakhs ഡയറക്റ്റ്ലി ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. അതാണ് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന കമ്പനി നല്ല കമ്പനിയാണ്, നല്ല വാല്യുവേഷനാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തതെങ്കിൽ ലോങ് ടൈമിൽ ആ കമ്പനിയുടെ പ്രോഫിറ്റ് എന്തേരിയാണോ ഗ്രോ ചെയ്യുന്നത് അതനുസരിച്ച് നിങ്ങൾക്കും റിട്ടേൺ ജനറേറ്റ് ചെയ്യും. ഇപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം നോക്കേണ്ടതിനാണ്, നമ്മൾ ഏത് കമ്പനിയിലാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആ കമ്പനിയുടെ ബിസിനസ് 15, 20, 25% വെച്ച് വർഷങ്ങളിൽ ഗ്രോത്ത് ഉണ്ടാവുമോ എന്ന് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത് നോക്കുക. ഓഫ് കോഴ്സ് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്ന ഒരു പ്രോബബിലിസ്റ്റിക് ഗെയിമാണ്. പക്ഷേ എങ്കിലും ആ ഒരു എസ്റ്റിമേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുകയും അങ്ങനെയുള്ള കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ ലോങ് ടൈമിൽ നമുക്ക് വെൽത്ത് ജനറേറ്റ് ചെയ്യാം. വെരി സിമ്പിൾ ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ്. അതാണ് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് ലോങ് ടൈമിൽ ഹൈ റിട്ടേൺ ജനറേറ്റ് ചെയ്യാനുള്ള ലോജിക്കായുള്ള ആൻസർ. ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം, പക്ഷേ നമ്മൾ നല്ല ബിസിനസ്സുകൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക മാത്രം പോരാ. നമ്മൾ വാങ്ങിക്കുന്ന പ്രൈസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ്.